ഹലോ ഡിയേഴ്സ്, മൈ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു തനി നാടൻ കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കണ്ടല്ലോ, ചക്കക്കുരുവും ചീരയാണ്. അപ്പോൾ ഇന്ന് ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടൊരു തോരനാണ് വെക്കുന്നത്. എല്ലാവരും ചക്കക്കുരുവും ചീരയൊക്കെ പ്രത്യേകം തോരനും കറികളും ഒക്കെ വെക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഇതിനെ ഒരുമിച്ചിട്ട് തോരൻ വെച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് വെച്ച് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ദേ ചക്കക്കുരുവിന് ഇത്തിരി വേവുണ്ടല്ലോ ചീരയേക്കാളും, അതുകൊണ്ട് ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചക്കക്കുരു ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇളക്കിയിട്ട് ഒന്ന് ആവിക്ക് വെച്ച് വേവിക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊരു പകുതി വെന്തതിൻ്റെ ആയതിനു ശേഷം നമുക്ക് ചീര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയുള്ള അരപ്പും കൂടി ഒന്ന് തയ്യാറാക്കി വെക്കുന്നുണ്ട്. അതിനുവേണ്ടി അരമുറി തേങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ. അരമുറി തേങ്ങയിൽ വെളുത്തുള്ളി, ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ ഒന്ന് ചതച്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചു. എന്നിട്ട് ഇത് നമ്മൾ എടുത്തിരിക്കുന്ന ചീര എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും വീടുകളിലൊക്കെ ഉള്ള ചീരയാണിത് കേട്ടോ. മൈസൂർ ചീരയും വേലിച്ചീര എന്നൊക്കെ പറയുന്ന ചീരയാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. എനിക്ക് ഈ ചീരയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇന്നത് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചീരയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് തേങ്ങയൊക്കെ ചതച്ച് വെച്ചു. ആ സമയത്തേക്ക് നമ്മുടെ ചക്കക്കുരുവൊക്കെ ഒരു പകുതി വെന്തായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ഇളക്കിയിട്ട് നമുക്കിനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടി ഇട്ട് കൊടുക്കാമേ. ആ ചീരയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് അപ്പോഴും ഉപ്പ് ചേർത്തോളാം. നമ്മൾ നേരത്തെ ചക്കക്കുരുവിന് വേണ്ടി ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു. ഇപ്പോൾ എല്ലാ ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ തന്നെ നമുക്ക് അരപ്പും കൂടി ചേർത്ത് അടച്ച് വെക്കാം. അധികം വെള്ളമൊന്നും ചേർക്കണ്ട, ഇതിൽ ആവിയിലിരുന്ന് വെന്തോളും കേട്ടോ. അങ്ങനെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുഴഞ്ഞങ്ങ് പോത്തേ ഉള്ളൂ. നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് തോരനിരുന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോഴത്തേക്കിന് ദേ അരപ്പ് നടുക്കോട്ടിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മൂടി വെക്കും. ആവിയിലിരുന്ന് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറും. പിന്നെ അപ്പോഴത്തേക്കിന് ചീരയും എല്ലാം അങ്ങ് വെന്തോളും. പിന്നെ ഇതിന് നമുക്ക് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ തോരൻ്റെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ. ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പണ്ട് പൊതിച്ചോറിലൊക്കെ ഒരുപാട് കൊണ്ടുപോയിട്ടുള്ള സ്കൂളിലൊക്കെ. അപ്പോൾ ഇങ്ങനെയൊന്ന് വെച്ചിട്ടില്ലാത്തവർ വെച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണേ.